ഹായ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെ പോലെ ഓൾമോസ്റ്റ് 5ഓളം കമ്പനീസിൻ്റെ വേക്കൻസീസ് ആയിട്ട് ഞാൻ ഇന്ന് എത്തിയേക്കുന്നത്. ഇന്നലെ ഓൾമോസ്റ്റ് ഒരു 5-6ഓളം കമ്പനീസിൻ്റെ ഒരു 10-40ഓളം വേക്കൻസീസാണ് ഞാൻ ഇട്ടത്. ഇന്നും അതുപോലെ തന്നെ ഒരു 5ഓളം കമ്പനീസിൻ്റെ 10-15ഓളം വേക്കൻസീസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അതുപോലെ ഇന്ന് വേറൊരു വേക്കൻസിയും കൂടി ഇടുന്നുണ്ട്. എയർലൈനായ ഫ്ലൈ ദുബൈയുടെ വേക്കൻസിയും കൂടി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോയിൽ ഇടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 5ഓളം കമ്പനീസ് എന്ന് പറഞ്ഞതിൽ അൽ നബൂദാത്ത് ഗ്രൂപ്പിലേക്ക് ഒരു 10ഓളം വേക്കൻസീസ് വന്നിട്ടുണ്ട്. പിന്നെ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ സയൻസ് സ്റ്റാർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ടീച്ചേഴ്സ്മാരുടെ വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് നെറ്റ് ക്രാഫ്റ്റിലേക്ക് എന്നോട് കുറെ പേര് ചോദിച്ചു IT കമ്പനീസിന്റെ വേക്കൻസി ഉണ്ടോന്ന്. ഇപ്പോൾ നെറ്റ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ IT കമ്പനിയിലേക്ക് വേക്കൻസി വരുന്നിട്ടുണ്ട്. പിന്നെ ദുബായ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു 5ഓളം കമ്പനീസിന്റെ വേക്കൻസീസ് ആണ് ഉണ്ടാക്കുന്നത്. നേഴ്സുമാരുടെ വേക്കൻസീസ് കുറേ ഉണ്ട് ദുബായ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഞാൻ വേക്കൻസീസ് എല്ലാം പറയാം. അൽ നബൂദത്ത് ഗ്രൂപ്പിലേക്ക് 10 വേക്കൻസീസ് ആണ്. സെയിൽസ് ബ്രാൻഡ് കൺസൾട്ടന്റ്, മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഹോസ്റ്റസിലേക്ക്, പിന്നെ AC ടെക്നീഷ്യൻ, വർക്ക്ഷോപ്പ് സൂപ്പർവൈസർ, റീറ്റെയിൽ സെയിൽസ്, ഓട്ടോമാറ്റിക് ടെൻഡർ, പിന്നെ സീനിയർ ലീസിംഗ് എക്സിക്യൂട്ടീവ്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഇങ്ങനത്തെ ഓൾമോസ്റ്റ് 10ഓളം വേക്കൻസീസ് ആണ്. അതിലേക്ക് മെയിൽ അയക്കേണ്ടത് resource@albudad.com എന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിലേക്ക്, ദുബായിലുള്ള സൗദി ജർമ്മൻ ഹോസ്പിറ്റലിലേക്ക് ഓൾമോസ്റ്റ് 2 വേക്കൻസീസ് വരുന്നുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ലാബോറട്ടറിസ്റ്റും ആയിട്ട് ഒരു 2 വേക്കൻസീസ് ആണ് വരുന്നത്. മെയിൽ അയക്കേണ്ടത് career@dxb@saudigerman.com എന്ന മെയിലിലേക്ക് മെയിൽ അയക്കാം. പിന്നെ വരുന്നത് സൈനിങ് സ്റ്റാർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ഓൾമോസ്റ്റ് ഒരു ടീച്ചറിന്റെ ഇംഗ്ലീഷ് ടീച്ചറിന്റെ വേക്കൻസി വരുന്നുണ്ട്. 2 വർഷം എക്സ്പീരിയൻസേ പറയുന്നുള്ളൂ. ബിടെക് ഒന്നും പറയുന്നില്ല, BEd ഒന്നും പറയുന്നില്ല, BEdോ ഒന്നും പറയുന്നില്ല. അപ്പം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇംഗ്ലീഷ് ടീച്ചറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സൈനിങ് സ്റ്റാർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക്. മെയിൽ ID recruitment@ssis.ae എന്ന് പറയുന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. പിന്നെ എല്ലാവരും കുറെ പേരെന്നോട് കമന്റിൽ ചോദിക്കുന്നുണ്ട് IT സപ്പോർട്ട് ആയിട്ട് വേക്കൻസീസ് ഉണ്ടോ, IT സപ്പോർട്ട് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ IT സപ്പോർട്ട് എഞ്ചിനീയർ ആയിട്ട് വേക്കൻസി ഉണ്ടോ എന്ന്. ഇപ്പോൾ നെറ്റ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു IT കമ്പനിയിലേക്ക് IT സപ്പോർട്ട് എഞ്ചിനീയറിംഗ് എഞ്ചിനീയർ ആയിട്ട് വേക്കൻസി വരുന്നുണ്ട്. info@netcraft.ua.com എന്ന് പറയുന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് ദുബായ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ. ഞാൻ ഈ പറയുന്ന വേക്കൻസീസ് എല്ലാം തന്നെ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കും. അതുപോലെ തന്നെ മെയിൽ IDs ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതുകൂടാണ്ട് എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇനി വേക്കൻസി വരുന്നത് ദുബായ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് നേഴ്സുമാരുടെ കുറേ വേക്കൻസി വരുന്നുണ്ട്. അതായത് രജിസ്റ്റേർഡ് നേഴ്സായ NICUലേക്ക്, അതുകൂടാണ്ട് എമർജൻസി വാർഡിലേക്ക്, IP വാർഡിലേക്ക്, OBSലേക്ക്, പിന്നെ അല്ലെങ്കിൽ ഗൈനക്കോളജി, അങ്ങനെ നേഴ്സുമാരുടെ വേക്കൻസി വരുന്നുണ്ട്. പിന്നെ പോസ്റ്റ് പാർട്ടം, ഇങ്ങനെ വരുന്ന കുറേ NICU, അങ്ങനെ NICU, എമർജൻസി, IP വാർഡ്, OBS, ഗൈനക്കോളജി ആൻഡ് പോസ്റ്റ് പാർട്ടം, ഇതേപോലത്തെ 6 വേക്കൻസി. പിന്നെ വരുന്നത് അസിസ്റ്റന്റ് നേഴ്സ് OPB അതിലേക്ക് വേക്കൻസി വരുന്നുണ്ട്. ഇങ്ങനെ 6-7ഓളം വേക്കൻസീസ് ആയിട്ടാണ് ദുബായ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് വന്നേക്കുന്നത്. മെയിൽ അയക്കേണ്ടത് career@dmuh.ae എന്ന് പറയുന്ന മെയിലിലേക്കാണ്. dmuh.ae എന്ന് പറയുന്ന മെയിൽ ഐഡിയിലേക്കാണ് നിങ്ങൾ മെയിൽ അയക്കേണ്ടത്. ഞാൻ മെയിൽ IDയും അതുപോലെ തന്നെ വേക്കൻസീസും ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ മെയിൽ IDസും വേക്കൻസീസും കമ്പനിയുടെ നെയിമും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, മെയിൽ അയക്കുമ്പോൾ എപ്പോഴും മെയിലിലെ സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് വേക്കൻസിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അത് വെക്കണം, മറക്കരുത്. കാരണം അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അത് എന്നാ സബ്ജക്റ്റിൽ ഏത് വേക്കൻസിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അയക്കാതെ വെക്കാണ്ട് അയക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം മാക്സിമം നിങ്ങൾ എല്ലാവരും മെയിൽ അയക്കുമ്പോൾ, ബയോഡാറ്റ അയക്കുമ്പോൾ സബ്ജക്റ്റ് വെക്കുക. കാരണം CV to the പൊസിഷൻ ഓഫ് സെയിൽസ് ബ്രാൻഡ് കൺസൾട്ടന്റ് എന്ന്, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സ് NICU എന്ന് പറഞ്ഞിട്ട് എപ്പോഴും മെയിലിൽ സബ്ജക്റ്റ് വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ. വീട്ടിൽ ചെയ്യും.